നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയപ്പെടുന്ന, ജാതിയും മതവും നോക്കി വിവേചനം കാണിക്കാൻ പാടില്ലാത്ത നമ്മുടെ ഇന്ത്യയിൽ ഇന്നും ജനിച്ച ജാതി നോക്കി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നോക്കി മാത്രം റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു മിലിറ്ററി യൂണിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 250 വർഷത്തിലേറെ പഴക്കമുള്ള ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും സീനിയർ റെജിമെന്റ്. അവരുടെ ഒരേ ഒരു കടമ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസണായ പ്രസിഡന്റിന് സംരക്ഷണം ഒരുക്കുക എന്നതാണ്. അതെ, ആകെ 3 സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആ എലൈറ്റ് യൂണിറ്റിലേക്ക് സാധാരണ സൈനികനായി പ്രവേശനമുള്ളൂ. എന്താണ് പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് അഥവാ PBG? എന്തുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലും ജാതി അടിസ്ഥാനമാക്കിയുള്ള ഈ റിക്രൂട്ട്മെന്റ് ഇവിടെ തുടരുന്നത്? ഇത് ഭരണഘടനാ വിരുദ്ധമല്ലേ? ഇതിനു പിന്നിലെ യഥാർത്ഥ ചരിത്രവും സൈന്യത്തിന്റെ ന്യായീകരണവും എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. റിപ്പബ്ലിക് ഡേ പരേഡിനോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ വിദേശ നേതാക്കൾ വരുമ്പോഴോ ഉള്ള ചടങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗാംഭീര്യമുള്ള കുതിരപ്പുറത്ത് ഗംഭീര തലപ്പാവൊക്കെ ധരിച്ച് രാഷ്ട്രപതിയുടെ കാറിന് മുന്നിലും പിന്നിലുമായി അകമ്പടി സേവിക്കുന്ന ഒരു കൂട്ടം സൈനികരെ കാണാം. ഇവരാണ് പ്രസിഡന്റ്സ് ബോഡി ഗാർഡ്സ് അഥവാ PBG. ഇന്ത്യൻ ആർമിയിലെ റെജിമെന്റുകളുടെ ക്രമത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവരാണ്. അതായത് ഏത് ഔദ്യോഗിക പരേഡ് നടക്കുമ്പോഴും മറ്റ് എല്ലാ റെജിമെന്റുകൾക്കും മുൻപിൽ നിൽക്കാനുള്ള ചരിത്രപരമായ അവകാശം PBGക്കാണ്. ഈ PBG സൈനികർ വെറും കുതിരപ്പടയാളികളല്ല, ഇവർ കോമ്പാക്ട് ടാങ്ക് ഓപ്പറേറ്റർമാരാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ പാരാപാത്ത് സൈന്റേഴ്സ് ആണ്. അതായത് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി ശത്രു രാജ്യത്തിന്റെ ഉള്ളിലേക്ക് ചാടി യുദ്ധക്കളം ഒരുക്കാൻ ശേഷിയുള്ള പാരാട്രൂപ്പർമാർ. അതായത് ലോകത്തിലെ ഏറ്റവും മാരകമായ യുദ്ധ പരിശീലനം ലഭിച്ച 150 മുതൽ 200 വരെ സൈനികർ അടങ്ങുന്ന ഒരു അൾട്രാ എലൈറ്റ് ഫോഴ്സ് ആണ് PBG. 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് തനിക്ക് വ്യക്തിപരമായി സുരക്ഷയൊരുക്കാൻ ഗവർണർ ജനറൽസ് ബോഡി ഗാർഡ് എന്ന പേരിൽ ഒരു ചെറിയ പട ഉണ്ടാക്കുന്നു. വാരാണസിയിലെ രാജാ ചേത് സിംഗ് നൽകിയ കുതിരപ്പടയാളികളെ വെച്ചാണ് ഇതിന് തുടക്കമിടുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇറക്കിയ ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായി അവർ ഉണ്ടാക്കിയ ഒരു വംശീയ സിദ്ധാന്തമാണ് മാർഷൽ റേസ് തിയറി. ഇന്ത്യയിലെ എല്ലാവർക്കും യുദ്ധം ചെയ്യാൻ ശേഷിയില്ല, ചില പ്രത്യേക ജാതിക്കാർക്കും സമുദായങ്ങൾക്കും മാത്രമേ പാരമ്പര്യമായി പോരാട്ട വീര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില സമുദായങ്ങളെ മാത്രം മാർഷൽ റേസ് എന്ന് തരംതിരിച്ചു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ മേഖലകളിൽ നിന്നുള്ള ജാട്ടുകൾ, രാജ്പുട്സ്, സിഖുകൾ, ഗൂർഖകൾ എന്നിവരെ സൈന്യത്തിൽ വൻതോതിലെടുത്തു. അതേസമയം ബംഗാളികൾ, മറാഠികൾ, ദക്ഷിണേന്ത്യക്കാർ എന്നിവരെ ബ്രിട്ടീഷുകാർ സൈന്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു. ഈ മാർഷൽ റേസ് തിയറിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അന്നുണ്ടാക്കിയ റെജിമെന്റുകൾ. അതുപോലെ ഗവർണർ ജനറലിന്റെ ബോഡി ഗാർഡിലേക്ക് ആളുകളെ എടുത്തതും ഈ പ്രത്യേക കമ്മ്യൂണിറ്റികളിൽ നിന്ന് മാത്രമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ യൂണിറ്റിൽ പഞ്ചാബി മുസ്ലിങ്ങൾ, ജാട്ടുകൾ, രാജ്പുട്ടുകൾ, സിഖുകൾ എന്നിവരാണ് ഉണ്ടായിരുന്നത്. 1947 പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടപ്പോൾ അതുവരെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിരുന്ന സകല സ്വത്തുക്കളും 2.1 എന്ന അനുപാതത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വിഭജിക്കപ്പെട്ടു. ഈ സമയത്ത് ഗവർണർ ജനറൽസ് ബോഡി ഗാർഡ് യൂണിറ്റും വിഭജിക്കപ്പെട്ടു. ഇതിലുണ്ടായിരുന്ന പഞ്ചാബി മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യയിൽ ബാക്കിയായത് സിഖുകളും ജാട്ടുകളും രാജ്പുത്തുകളുമാണ്. പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം സൈനികരുടെ ഒഴിവിലേക്ക് മറ്റ് സമുദായക്കാരെ എടുക്കുന്നതിന് പകരം ആ ഒഴിവ് ഹരിയാനയിലും രാജസ്ഥാനിലും നിന്നുള്ള ഹിന്ദു ജാട്ടുകളെ വെച്ച് ഇന്ത്യ നികത്തി. ഇവിടെ രസകരമായ ഒരു ചരിത്രമുണ്ട്. പ്രസിഡന്റിന്റെ ബോഡി ഗാർഡ് ഉപയോഗിച്ചിരുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഗോൾഡ് പ്ലേറ്റഡ് ആയ ഒരു അതിമനോഹര ആഡംബര വണ്ടി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയിമാർ യാത്ര ചെയ്തിരുന്ന വണ്ടി. ഈ വിഭജന സമയത്ത് ഈ വണ്ടി ആർക്ക് വേണം എന്നതിനെ ചൊല്ലി ഇന്ത്യയിലെ കേണൽ താക്കൂർ ഗോവിന്ദ് സിംഗും പാകിസ്ഥാനിലെ യാക്കൂബ് ഖാനും തമ്മിൽ വലിയ തർക്കമായി. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാൻ അവർ ടോസ് ഇട്ടു. ടോസ് ഇന്ത്യക്ക് അനുകൂലമായി. അങ്ങനെ ആ ചരിത്രപ്രസിദ്ധമായ ഗോൾഡ് പ്ലേറ്റഡ് ആയ വണ്ടി ഇന്ത്യക്ക് കിട്ടി. ഇന്നും റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ അത് കാണാം. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. 6 അടി പൊക്കമുണ്ട്, ആർമിക്ക് വേണ്ട സകല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. പക്ഷെ ജാതി ജാട്ടോ രാജ്പുട്ടോ അല്ലെന്ന ഒരൊറ്റ കാരണത്താൽ റിക്രൂട്ട്മെന്റിൽ നിന്ന് തള്ളപ്പെട്ട ഗൗരവ് യാദവ് എന്ന യുവാവ് ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വിശദീകരണം ഇതായിരുന്നു:
രാഷ്ട്രപതി ഭവനിലെ പരേഡുകളിൽ സൈനികർക്ക് ഒരേ വലിപ്പവും കാഴ്ചയിലുള്ള രൂപസാദൃശ്യവും വേണം. പക്ഷെ നല്ല ഉയരവും കായികക്ഷമതയുമുള്ള മറ്റ് ജാതിക്കാർക്കോ ദക്ഷിണേന്ത്യക്കാർക്കോ ഈ ലുക്ക് നൽകാൻ കഴിയില്ലേ? പാരമ്പര്യത്തിന്റെ പേരിൽ ഇന്നും തുടരുന്ന ഈ സിസ്റ്റത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ജാതിയുടെ പേരിൽ മാത്രം ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഈ സിസ്റ്റം ഇന്ത്യയിൽ എങ്ങനെ തുടരുന്നു? ഇത് ഭരണഘടനയ്ക്ക് എതിരല്ലേ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ മറുപടി, ലോക നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രൗഢി കാണിക്കുന്നതിനും ഇവിടെ നിൽക്കുന്ന സൈനികർക്ക് ഒരേ രീതിയിലുള്ള ഉയരം, ഒരേപോലെയുള്ള ശരീരപ്രകൃതി, സമാനമായ വസ്ത്രധാരണ ശൈലി എന്നിവ വേണം എന്നതാണ്. അതിനാണ് ഈ 3 ജാതികളിൽ നിന്നുള്ള ജനവിഭാഗങ്ങളെ എടുക്കുന്നതെന്ന്. എന്നാൽ ഇന്ത്യൻ ആർമിയിലെ മറ്റ് ജനറൽ വിഭാഗങ്ങളിലേക്ക് ജാതിയോ മതമോ നോക്കാതെ ആർക്കും വരാം. എന്നാൽ ചില പരമ്പരാഗത ഇൻഫൻട്രി, കാവൽറി റെജിമെന്റുകളിൽ ക്ലാസ് ഘടന സൂക്ഷിക്കുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും പാരമ്പര്യത്തിനും വേണ്ടിയാണ് എന്നതാണ് പറയുന്നത്. PBGയിലെ സാധാരണ സൈനികരെ മാത്രമാണ് ഈ 3 സമുദായത്തിൽ നിന്നും എടുക്കുന്നത്. എന്നാൽ ഇതിലെ ഓഫീസർമാർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നും ഏത് ജാതിയിൽ നിന്നും വരാം. എന്നാൽ ഉയരവും ഫിസിക്കൽ ഫിറ്റ്നസും മാത്രമാണ് മാനദണ്ഡമെങ്കിൽ 6 അടി പൊക്കമുള്ള ഒരു മലയാളിക്കോ തമിഴ്നാട്ടുകാരനോ മറാഠിക്കോ എന്തുകൊണ്ട് ഈ കുതിരപ്പടയിൽ ചേർന്നുകൂടാ? ഉയരം ഒരു ജാതിയുടെ മാത്രം കുത്തകയാണോ? സുപ്രീം കോടതിയും ഹൈക്കോടതികളും പലപ്പോഴും ഈ വിഷയത്തിൽ ഇടപെടാൻ മടിച്ചു നിൽക്കുകയാണ്. സൈന്യത്തിന്റെ ആഭ്യന്തര പാരമ്പര്യങ്ങളിലും പ്രവർത്തനപരമായ തീരുമാനങ്ങളിലും നേരിട്ട് ഇടപെടുന്നത് സുരക്ഷയെ ബാധിക്കുമെന്ന യുക്തിയാണ് ഇതിനു പിന്നിൽ.